നമസ്കാരം. കേരളത്തിന് ഒരു ദുരന്ത മുഖം കൂടി. കൊച്ചിയിലെ മിഷേൽ ഷാജി. സമാനമായൊരു മരണകഥ തിരുവനന്തപുരം മംഗലപുരത്തു നിന്ന്. മലപ്പുറം പൊന്നാനിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചതിനു പിന്നിലും പീഡനം. ഒറ്റപ്പാലത്ത് ആത്മഹത്യാശ്രമം നടത്തിയ ആശുപത്രി ജീവനക്കാരിയും മരണത്തിന് കീഴടങ്ങി. പീഡനവും ആത്മഹത്യയും ദുരൂഹ മരണങ്ങളും തുടർക്കഥ. കാണാം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. CA വിദ്യാർത്ഥിനി മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ യുവാവിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. സമാധാനപരമായി ഇന്ന് ഹർത്താലും നടന്നു. എന്നാൽ അതിനിടെ കേസന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യുവാവിന്റെ മൊഴികളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് മിഷേലിന്റെ മരണം ആത്മഹത്യ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. പിറവം സ്വദേശിയായ ക്രോണിൻ അലക്സാണ്ടർ നശിപ്പിച്ച SMS ഉൾപ്പെടെയുള്ളവ സീഡാക്കിന്റെ സഹായത്തോടെ പോലീസ് തിരിച്ചെടുക്കുകയായിരുന്നു. പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയത്. എന്നാൽ മിഷേലിന്റെ മരണത്തിൽ പങ്കില്ലെന്നാണ് ക്രോണിൻ പ്രതികരിച്ചത്. എൻ്റെ അടുത്ത് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പോയത്. ഞങ്ങൾ വഴക്കിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏത് റിലേഷൻഷിപ്സിലും ഉണ്ടായിരുന്നു എനിക്ക് ചെറിയ പണക്ക്, അല്ലാണ്ട് അതിൽ കൂടുതൽ ഞങ്ങളുടെ ഇതിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് പറഞ്ഞ് തിരിച്ചു അല്ലെങ്കിൽ തിങ്കളാഴ്ച വിളിച്ചോളാന്ന് പറഞ്ഞായിരുന്നു. എനിക്കറിയില്ല. പിന്നെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ രാവിലെ സ്വിച്ച് ഓഫ് ആണ് വിളിക്കായിരുന്നു. അതിനിടെ മിഷേൽ മരണപ്പെട്ട ദിവസം ഇവരുമായി സാമ്യമുള്ള പെൺകുട്ടിയെ ഗോശ്രീ പാലത്തിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് പുതുവൈപ്പ് സ്വദേശി അമൽ വിൽഫ്രഡ് പോലീസിന് മൊഴി നൽകി. ഞാനിവിടുന്ന് എറണാകുളത്തേക്ക് പോകുമായിരുന്നു. ഒരു 7:45 കഴിഞ്ഞപ്പോഴാണ് വോക്ക് വേ ഇല്ലാത്ത സൈഡിൽ കൂടി ഒരു പെണ്ണ് നടന്നു പോകുന്നത് ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല, അവിടെ പെണ്ണെ കണ്ടില്ല. മരട് കോടതിയിൽ ഹാജരാക്കിയ ക്രോണിനെ ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തു. ആവശ്യമെങ്കിൽ പ്രതിയെ അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ആത്മഹത്യയാണ് എന്ന പോലീസ് വാദം അംഗീകരിക്കാനാകില്ലെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഭവം സംബന്ധിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലപ്പുറം പൊന്നാനിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 15കാരി മരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് വൈദ്യപരിശോധനയിൽ കണ്ടെത്തിയതോടെ പോലീസ് പോസ്കോ നിയമപ്രകാരം കേസെടുത്തു. ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അവശനിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മലപ്പുറം പൊന്നാനി നഗരസഭയിലെ ഈശ്വരമംഗലത്ത് 10ാം ക്ലാസ്സുകാരിയെ ആത്മഹത്യക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. അവശനിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിച്ച 15 വയസ്സുകാരി ശാരീരിക ബലപ്രയോഗത്തിന് ഇരയായതായി സംശയം തോന്നിയിരുന്നു. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിൽ ലൈംഗിക ബന്ധം നടന്നതായി സ്ഥിരീകരിച്ചു. ഇതോടെ പൊന്നാനി പോലീസും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റും സ്ഥലത്തെത്തി മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ പെൺകുട്ടി മരിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ മൃതദേഹ പരിശോധനയിലും ബലപ്രയോഗത്തിന് ഇരയായതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. ലൈംഗിക അതിക്രമം നടന്നിരിക്കാമെന്ന ഡോക്ടറുടെ മൊഴി പ്രകാരം പൊന്നാനി CI കേസെടുത്തു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോസ്കോ നിയമം സെക്ഷൻ 3, 4 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം വാണിയംകുളം PK ദാസ് ആശുപത്രിയിൽ ആത്മഹത്യാശ്രമം നടത്തി ചികിത്സയിലായിരുന്ന ജീവനക്കാരി മരിച്ചു. ആശുപത്രിയിലെ റേഡിയോളജിസ്റ്റ് ഒറ്റപ്പാലം ലക്കിടി സ്വദേശി സൗമ്യയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരണം. ഫെബ്രുവരി 4-നാണ് സൗമ്യയും സുഹൃത്തായ ആശുപത്രിയിലെ മറ്റൊരു ജീവനക്കാരിയും ആത്മഹത്യാശ്രമം നടത്തിയത്. സൗമ്യയുടെ സുഹൃത്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെഹ്റു ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് PK ദാസ് ആശുപത്രി. തിരുവനന്തപുരം മംഗലപുരത്ത് ദളിത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ ചുമത്തും. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും ഗർഭഛിദ്രം നടത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവാണ് പിടിയിലായത്. മംഗലപുരത്ത് 16 വയസ്സുള്ള ദളിത് പെൺകുട്ടി ഫെബ്രുവരി 23-നാണ് ആത്മഹത്യ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലൈംഗിക പീഡനത്തിന് ഇരയായതായും ഗർഭം അലസിപ്പിച്ചതായും കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടി മരിക്കുന്നത് 23 ഫെബ്രുവരിയാണ്. കുട്ടിക്ക് വയസ്സ് 16 ഉള്ളൂ. സോ ആ സമയം മരിക്കുന്നത് നമ്മൾ അൺനാച്ചുറൽ ഡെത്തിൻ്റെ കേസെടുത്ത് തൊങ്കി മരിച്ചതായി കണ്ടു. അൺനാച്ചുറൽ ഡെത്ത് കേസെടുത്ത് അന്വേഷിച്ച് വരവേ നമുക്ക് പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയും അതിൽ റേപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതും കൂടാതെ കുട്ടിക്ക് കുറച്ചു കാലം മുമ്പ് മരിക്കുന്ന 1 മാസം മുമ്പ് അബോർഷനും ആയിട്ടുള്ള വിവരം വെളിവാകുന്നു. അതിനുശേഷം
നമ്മൾ അന്വേഷണത്തിൻ്റെ ഒരു സെപ്പറേറ്റ് ടീം നോക്കി ഈ കുട്ടീൻ്റെ താമസിച്ച പരിസരങ്ങൾ മുഴുവൻ നോക്കി കൂടുതൽ ആൾക്കാരെ അന്വേഷിച്ച് ചോദ്യം ചെയ്ത് വരവേ നമുക്ക് അക്യൂസ്ഡ് കിട്ടുന്നത്. അക്യൂസ്ഡിൻ്റെ പേര് രാജേഷാണ്. അവന് ഈ കുട്ടീൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവാണ്. അവൻ്റെ തൊട്ടടുത്ത ബന്ധുവാണ് ഈ കാര്യത്തിൽ അക്യൂസ്ഡായി വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള സയൻറ്റിഫിക് ഫൈൻഡിങ്സിലാണ് നമുക്ക് എല്ലാ വിവരവും ലഭിക്കുന്നത്. പലതവണ നിർബന്ധിച്ച് ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതായി പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഗർഭമലസിപ്പിച്ച ആശുപത്രിയുടെ പങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഈ അബോർഷൻ നടക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസമാണ് അബോർഷൻ നടക്കുന്നത്. ബ്ലീഡിംഗ് ആയിട്ട് അവിടെ പോയി അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് വന്നതാണ് കുട്ടി. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് ഈ കാര്യങ്ങൾ വെളിവായി വന്നു. അവർ പേരൻസിൻ്റെ ഇത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞില്ല ഈ കാര്യങ്ങൾ. അവർക്കും ഇത് നാച്ചുറൽ ബ്ലീഡിംഗ് ആയിട്ട് വന്ന് പിന്നെ അവരവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നതാണ്. സോ അതുകൂടി നമ്മൾ ഇന്നും കുറച്ചുകൂടി ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എല്ലാം എടുത്ത് അന്വേഷിച്ച് വരികയാണ്. അതിൻ്റെ ഭാഗം അന്വേഷണം നടക്കുന്നു. ഇല്ല, കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം ഒരു ഡിപ്രഷനിലോ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൻ്റെ ശേഷം ഒരു ഡിപ്രഷനിലോ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹാങ്കിങ് ചെയ്തതായിട്ടാണ് വെളിവായിട്ടുള്ളത്. ആറ്റിങ്ങൽ ASP ആദിത്യ IPS, പോത്തൻകോട് CI S ഷാജി തുടങ്ങിയവർക്കാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊട്ടിയൂർ പീഡനക്കേസിൽ 4 പ്രതികളും 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഫാദർ തോമസ് തേരകം ഉൾപ്പെടെയുള്ള 4 കൂട്ടുപ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. കണ്ണൂർ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ കൂട്ടുപ്രതികളാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. വയനാട് ശിശുക്ഷേമ സമിതി മുൻ ചെയർമാൻ ഫാദർ തോമസ് തേരകം, കന്യാസ്ത്രീകളായ ഒഫീലിയ, ബെറ്റി ജോസ്, പള്ളിയിലെ കുശിനിക്കാരി തങ്കമ്മ എന്നിവരുടെ അപേക്ഷയാണ് കോടതി പരിഗണിച്ചത്. 4 പേരും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ 5 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് കോടതി കർശന നിർദ്ദേശം നൽകി. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെന്നും ഇവർക്ക് ജാമ്യം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് ഡയറി പരിശോധിച്ചതായും പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണെന്നും കോടതി വിലയിരുത്തി. 2 മാസത്തേക്ക് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം. 30,000 രൂപയും തുല്യതുകയ്ക്കുള്ള 2 ആൾജാമ്യവും ഉണ്ടാകണം തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകളും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൊട്ടിയൂർ നീണ്ടുനോക്കി പള്ളി വികാരിയും സ്കൂൾ മാനേജറുമായ ഫാദർ റോബിൻ വടക്കുംചേരിയാണ് കേസിലെ 1-ാം പ്രതി. 16-കാരിയെ പീഡിപ്പിച്ച റോബിനെ സഹായിച്ചുവെന്നതാണ് മറ്റു പ്രതികൾക്കെതിരെയുള്ള കേസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാളയാറിൽ പീഡനത്തിനിരയായ സഹോദരിമാർ മരിച്ച കേസിൽ പ്രതികളെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പാലക്കാട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡിലുള്ള 4 പ്രതികളെയും ഹാജരാക്കിയ ശേഷമാണ് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ഫോറൻസിക് ഫലം വന്നാൽ 2ാമത്തെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം മരണം കൊലപാതകമാണെന്നതിന്റെ സൂചനകളൊന്നും പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP MJ സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കോട്ടയം പാറമ്പുഴ കൂട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഉത്തർപ്രദേശ് സ്വദേശി നരേന്ദ്രകുമാറാണ് കേസിലെ പ്രതി. കോട്ടയം പ്രിൻസിപ്പൽ കോടതി ജഡ്ജി S ശാന്തകുമാരിയാണ് കേസിൽ വിധി പറയുക. മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച പാറമ്പുഴ കൊലപാതക കേസിൽ ഉത്തർപ്രദേശ് ഫിറോസാബാദ് സ്വദേശിയായ പ്രതി നരേന്ദ്രകുമാർ കുറ്റക്കാരനാണെന്ന് കോട്ടയം പ്രിൻസിപ്പൽ കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിക്കുള്ള ശിക്ഷ കോട്ടയം പ്രിൻസിപ്പൽ ജഡ്ജി S ശാന്തകുമാരി നാളെ വിധിക്കും. മൂലപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്നകുമാരി, മകൻ പ്രവീൺലാൽ എന്നിവരെ കഴുത്തറുത്തും വെട്ടിയുമാണ് നരേന്ദ്രകുമാർ കൊലപ്പെടുത്തിയത്. ലാൽസന്റെ അലക്ക് കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു ഇയാൾ. കടബാധ്യതകൾ വീട്ടാനുള്ള പണം കൈക്കലാക്കാനായിരുന്നു കൊലപാതകം നടത്തിയെന്നാണ് കേസ്. കൊലപാതകം, ദേഹോപദ്രവം ഏൽപ്പിച്ചുള്ള മോഷണം, വീടിനുള്ളിൽ അതിക്രമിച്ചു കയറൽ, മോഷണം തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 397, 457, 380 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട ലാൽസൺ പ്രസന്നകുമാരി ദമ്പതികളുടെ മകൻ വിപിൻ ലാൽ പറഞ്ഞു. ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ പ്രതീക്ഷിക്കണം 100%. അത് കിട്ടാൻ പാടുള്ളൂ. കേസിൽ പ്രോസിക്യൂഷൻ 56 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 60 പ്രമാണങ്ങളും 42 തൊണ്ടിമുതലും ഹാജരാക്കി. 6 മാസം കൊണ്ടാണ് സാക്ഷി വിസ്താരവും വാദവും പൂർത്തിയായത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് രഞ്ജിത് ജോണും പ്രതിക്ക് വേണ്ടി കോടതി നിയോഗിച്ച അഭിഭാഷകൻ ജിതേഷ് ജെ ബാബുവുമാണ് ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകനെ ചോദ്യം ചെയ്യാൻ പോലീസിന് ഹൈക്കോടതിയുടെ അനുമതി. അഭിഭാഷകൻ മറ്റന്നാൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം. പോലീസ് പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് സിനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ ഡിവൈഎസ്പി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച സുനിയുടെ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. നടിയെ ആക്രമിക്കുന്ന സമയത്ത് ഉപയോഗിച്ച മൊബൈൽ ഫോൺ അഭിഭാഷകനെ ഏൽപ്പിച്ചിരുന്നുവെന്ന് സുനിയുടെ കുറ്റസമ്മത മൊഴിയുള്ളതായി പോലീസ് കോടതിയെ അറിയിച്ചു. അതിക്രമം നടത്തുന്ന സമയത്ത് സുനി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും സിം കാർഡുകളും മെമ്മറി കാർഡും ഉൾപ്പെടെ 4 ബാഗുകൾ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതിനാൽ അഭിഭാഷകനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് കോടതിയെ ധരിപ്പിച്ചു. ഇതേ തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യാൻ ഹാജരാവണമെന്ന പോലീസിന്റെ നോട്ടീസിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയായിരുന്നു. ഇന്ന് ശരീരസുഖമില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് മറ്റന്നാൾ രാവിലെ 10നും 2 മണിക്കുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. താൻ ഹാജരാകുന്ന വേളയിൽ അവിടെ മാധ്യമങ്ങളെ വിലക്കണമെന്ന് അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാമ്പാടി നെഹ്റു കോളേജിലെ ഇടിമുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജിഷ്ണുവിന്റേതെന്ന് ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. ജിഷ്ണുവിന്റെ രക്തഗ്രൂപ്പായ O പോസിറ്റീവ് രക്തം തന്നെയാണ് ഇടിമുറിയിൽ നിന്ന് ലഭിച്ചത്. ശാസ്ത്രീയ പരിശോധനകൾക്കായി മാതാപിതാക്കളുടെ DNA പരിശോധന നടത്തും. നെഹ്റു കോളേജിലെ ഇടിമുറി എന്നറിയപ്പെടുന്ന മുൻ PRO സഞ്ജിത്ത് വിശ്വനാഥന്റെ മുറിയിൽ നിന്നും ജിഷ്ണു താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്നും അന്വേഷണ സംഘം രക്തക്കറകൾ കണ്ടെത്തിയിരുന്നു. കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ ഫെബ്രുവരി 16 നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച രക്തസാമ്പിളുകൾ ജിഷ്ണുവിന്റെ രക്തഗ്രൂപ്പായ O പോസിറ്റീവ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനായാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. ജിഷ്ണുവിന്റെ അച്ഛൻ അശോകൻ, അമ്മ മഹിജ എന്നിവരിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ച് രക്തക്കറയുമായി താരതമ്യ പഠനം നടത്താനാണ് തീരുമാനം. ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കയക്കും. DNA പരിശോധന ഫലം ലഭിക്കുന്നതോടെ ജിഷ്ണുവിന് കോളേജിൽ വെച്ച് മർദ്ദനം ഏറ്റിരുന്നുവെന്ന അന്വേഷണ സംഘത്തിന്റെ വാദത്തിന് കൂടുതൽ ബലം ലഭിക്കും. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കെതിരെ കേസെടുത്തിട്ട് 1 മാസം പിന്നിട്ടെങ്കിലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന അടക്കം 8 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്തിക്കുന്നതിനൊപ്പം ഒളിവിൽ കഴിയുന്നവരെ കണ്ടെത്താനും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കോളേജിലെ CCTV ഹാർഡ് ഡിസ്കുകളും പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലവും കേസിൽ നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോലീസ് കാക്കിയുടെ വില കാണിക്കണമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. പ്രതികളെ ജയിലിലടച്ച് ജിഷ്ണുവിന് ഒപ്പമാണ് പോലീസ് നിൽക്കേണ്ടത്. കൃഷ്ണദാസിന്റെ പണം കണ്ട് പോലീസ് വാലാട്ടരുതെന്നും ജിഷ്ണുവിന്റെ അമ്മ പറയുന്നു. രക്തത്തിന്റെ ഏറ്റവും വലിയ തെളിവ് രക്തം എന്ന് വെച്ചാൽ അതിലും വലിയ തെളിവ് ഇനി എന്ത് തെളിവാ കിട്ടുവാനുള്ളത്? അതാണ് എനിക്ക് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഈ തെളിവ് കിട്ടി ഇനി ഇവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം. പോലീസ് അറസ്റ്റ് ചെയ്യണം, അതാ വേണ്ടത്. എന്നിട്ട് ഒരു ശക്തി കാണിച്ചു കൊടുക്കണം. അല്ലാതെ കൃഷ്ണദാസിന്റെ നേരെ മുട്ടുമടക്കി കീഴടങ്ങാൻ പോയിട്ട് കാല് പിടിക്കുകയല്ലേ ചെയ്യേണ്ടത് പോലീസ്. ആ ഇട്ട കാക്കിക്ക് വില കാണിച്ചു തരുക, ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ ജിഷ്ണുവിന്റെ പ്രതികളെ കൊണ്ട് കോടതിയിൽ ജയിലിലെത്തി എന്നുള്ളത് കാണിച്ചു തരുക ചെയ്യേണ്ടത്. ഇവരെ പിടിച്ച് കൊണ്ടുവരിക ചെയ്യേണ്ടത്. 2 ദിവസമായി രാഷ്ട്രീയ സംഘർഷം തുടരുന്ന താനൂർ ശാന്തമാവുകയാണ്. 114 പേരാണ് വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ലീഗ് പ്രവർത്തകർ ചാപ്പപ്പടി കോർമൻ കടപ്പുറത്ത് അക്രമം അഴിച്ചുവിട്ടത്. 30ഓളം വീടുകളും നിരവധി വാഹനങ്ങളും അക്രമികൾ അഗ്നിക്കിരയാക്കി. മീൻ ചാപ്പകളും ബോട്ട് യന്ത്രങ്ങളും കത്തി നശിച്ചു. കല്ലേറിൽ 2 CIമാർക്ക് പരിക്കേറ്റിരുന്നു. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസ് 3 റൗണ്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു. MSB ബറ്റാലിയൻ ഉൾപ്പെടെ 200ഓളം പോലീസുകാരാണ് ഇപ്പോൾ താനൂരിൽ ക്യാമ്പ് ചെയ്യുന്നത്. താനൂർ ഏറെക്കുറെ ശാന്തമായി കഴിഞ്ഞു. 114 പേരെ വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 18 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. LDF നേതാക്കൾ ഇന്ന് സംഘർഷ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇടവേളയ്ക്ക് ശേഷം യുവതിയെ ഭർത്താവ് നാടകീയമായി ചതിച്ച കഥയും മുംബൈയിൽ രോഗിക്കൊപ്പമെത്തിയവർ ഡോക്ടറെ കയ്യേറ്റം ചെയ്തതിന്റെ നേർക്കാഴ്ചയും കാണാം. ഭാര്യയെ സുഹൃത്തിന് കാഴ്ചവെച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. മുഹമ്മദ് സാലിമുദ്ദീൻ എന്നയാളെയാണ് തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദുകാരനായ യുവാവാണ് ഭാര്യയെ നാടകീയമായി ചതിച്ചത്. ഓസ്ട്രേലിയയിലെ PG വിദ്യാർത്ഥിയും ഹൈദരാബാദ് സ്വദേശിയുമായ സാലിമുദ്ദീൻ 2016 21-കാരിയായ യുവതിയെ വിവാഹം കഴിക്കുകയായിരുന്നു.
കുറച്ചു നാളുകൾക്ക് ശേഷം ഇയാൾ പഠനം പൂർത്തീകരിക്കുന്നതിനായി ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. ഓസ്ട്രേലിയയിലെത്തിയ സലാമുദ്ദീൻ ഭാര്യയുമായി വീഡിയോ ചാറ്റ് നടത്തുകയും നഗ്നചിത്രങ്ങളും വീഡിയോകളും ആവശ്യപ്പെടുകയും ചെയ്തു. ഭാര്യയോട് നഗ്നയായി ചാറ്റിൽ വരാനും ആവശ്യപ്പെട്ടു. ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി യുവതി നഗ്നചിത്രങ്ങളും വീഡിയോകളും അയച്ചു കൊടുത്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13 ഇന്ത്യയിൽ മടങ്ങിയെത്തിയ സാലിമുദ്ദീൻ ഭാര്യയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയായിരുന്നു. ഒരു ദിവസം സുഹൃത്തായ ചന്ദ് എന്ന യുവാവിനെയും കൂട്ടിയാണ് ഭർത്താവ് വീട്ടിലെത്തിയത്. ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയ ശേഷം ഇരുവരും യുവതിയെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഉറക്കമുണർന്ന യുവതി മുറിയിൽ ഭർത്താവിനെയും സുഹൃത്തിനെയും കണ്ടതോടെ പീഡനം നടന്നുവെന്ന് മനസ്സിലാക്കി പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു. मेरा हस्बैंड मेरे को अननेसेसरी यूज़ कराते हैं, मेरे को अननेसेसरी ऑफिसर्स का हैबिचुअल है उन्हें, और मेरे को अननेसेसरी यूज़ कराने जहाँ पे नहीं करना चाहिए उसको वहाँ पे से भी यूज़ करा मेरे को. एंड आई वॉज नॉट नोइंग अबाउट ऑल दिस, बट ही हैज़ यूज्ड मी लाइक अ टिश्यू पेपर. ही स्टूड इन ऑस्ट्रेलिया एंड ही यूज्ड मी लाइक आई एम लाइक स्पीचलेस. एंड ही कॉल टू हिज फ्रेंड और उन्हें अपने दोस्त को बुला के मेरे साथ ज़बरदस्ती कराने लगाया. अब मैं इसके आगे कुछ भी नहीं बोल सकती. मेरे साथ बहुत जुल्म किया गया. मैं जो है सो ये उम्मीद करती हूँ कि पुलिस जो है सर मैं जहाँ पर रिपोर्ट लिखाई हूँ आप लोग जो है जाकर वो मैटर सब पढ़ ले सकते हो. मैं इससे ज़्यादा कुछ नहीं बोल सकती हूँ. और मैं बस ये उम्मीद करती हूँ कि बस पुलिस वाले जो भी है जहाँ पर भी मैं कंप्लेन कराएंगे लोग मुझे जस्टिस दिलाकर लेंगे. और ये करेंगे कि कोई लड़की और कोई लड़की के साथ ऐसा कभी ना होना. बस मैं यही वो करती हूँ. आपकी शादी कब हुई थी इनसे? जी मेरी शादी होकर 1 साल हो गया. 15 अप्रैल को हुई थी. कितने बार आपके साथ इस तरीके का अत्याचार हुआ है? बहुत बार हुआ, लेकिन मैं किसी को नहीं बताई. जस्ट एक 8 to 10 days बैक मैं बताई. इसी के बाद हम लोग जो है केस दर्ज करे. और जब मेरा हस्बैंड जो है सो उसके फ्रेंड को बुलाकर जब कराया मैं भागकर आ गई. उसके बाद FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ പോലീസ് സാലിമുദ്ദീനെ അറസ്റ്റ് ചെയ്തു. ഭർത്താവിന് അയച്ചു കൊടുത്ത നഗ്നചിത്രങ്ങളും വീഡിയോകളും അദ്ദേഹം മറ്റു സുഹൃത്തുക്കളെയും കാണിച്ചുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ചികിത്സ വൈകിയതിന് ഡോക്ടറെ രോഗിയുടെ ബന്ധുക്കൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണിനി. മഹാരാഷ്ട്രയിലെ ദുലൈയിലാണ് സംഭവം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചികിത്സ വൈകിയെന്നാരോപിച്ച് മഹാരാഷ്ട്രയിലെ ദുലൈ സർക്കാർ ആശുപത്രി ഡോക്ടറെയാണ് രോഗിയുടെ ബന്ധുക്കൾ അതിക്രൂരമായി മർദ്ദിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ രോഗിയെ ന്യൂറോ സർജനുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശമാണ് ബന്ധുക്കളെ പ്രകോപിപ്പിച്ചത്. 20ഓളം വരുന്ന സംഘം ആശുപത്രിക്കുള്ളിൽ കയറി അക്രമം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡോക്ടർ രൂപനാണ് അതിക്രമത്തിനിരയായത്. കണ്ണിനും നെഞ്ചിനും ശരീരമാസകലവും പരിക്ക് പറ്റിയ ഡോക്ടറെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഡോക്ടറുടെ ഇടത് കണ്ണിന് പറ്റിയ പരിക്ക് ഗുരുതരമാണ്. കാഴ്ചശക്തി വരെ നഷ്ടമായേക്കാമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിഗമനം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമേഖലയിലെ വിവിധ സംഘടനകളും രംഗത്തെത്തി. ये कंडीशन हमारे साथ बार बार होते रहेगी. आज वो कल वो था, आज हम रहेंगे. इसके वजह से हम लोग स्ट्राइक पे जा रहे हो. और जो लोगों ने ये किया है उनको कड़ी से कड़ी सजा मिलनी चाहिए. इसके लिए भी हम स्ट्राइक पे जा रहे हैं. और हमारे लिए इसके आगे ये ना हो, इसके वजह 24/7 हमको सिक्योरिटी अवेलेबल करके देना चाहिए. और वो भी स्ट्रॉन्ग सिक्योरिटी. जब तक ये सारी चीजें मंजूर नहीं होगी तब तक हम लोग स्ट्राइक पे रहेंगे. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. JNUവിലെ ദളിത് ഗവേഷക വിദ്യാർത്ഥി മുത്തുകൃഷ്ണന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ദളിത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ മുത്തുകൃഷ്ണൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് സുഹൃത്തുക്കൾ ആരോപിച്ചു. ശനിയാഴ്ചയും ഫോണിൽ സംസാരിച്ചതാണെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും വിദ്യാർത്ഥിയുടെ പിതാവും പറഞ്ഞു. എന്നാൽ ആത്മഹത്യ എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. റിപ്പോർട്ടുമായി ക്രൈംബ്രാഞ്ച് സമാപിക്കുന്നു. നമസ്കാരം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന തമിഴ്നാട് സേലം സ്വദേശിയും MPhil വിദ്യാർത്ഥിയുമായ രജനി കൃഷ്ണൻ എന്ന മുത്തുകൃഷ്ണനെയാണ് സുഹൃത്തിന്റെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജസ്റ്റിസ് ഫോർ രോഹിത് വെമുല ക്യാമ്പയിന്റെ സജീവ പ്രവർത്തകനും ജാതി വിവേചനത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന വിദ്യാർത്ഥിയുമായിരുന്നു മുത്തുകൃഷ്ണൻ. ക്യാമ്പസിൽ നടന്ന ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷം വൈകിട്ടാണ് സർവകലാശാലയ്ക്ക് സമീപത്തെ മുനീർക്കയിലെ സുഹൃത്തിന്റെ വസതിയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടത്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ വിശദീകരണം.
എന്നാൽ ആത്മഹത്യ ചെയ്യാൻ മാത്രം ഭീരുവല്ല തന്റെ മകനെന്ന് പിതാവ് ജീവാനന്ദം പറഞ്ഞു. ശനിയാഴ്ചയും മകനുമായി ഫോണിൽ സംസാരിച്ചെന്നും ഉടൻ വീട്ടിലെത്തുമെന്ന് പറഞ്ഞതാണെന്നും മരണത്തിൽ സംശയമുണ്ടെന്നും പിതാവ് ആരോപിച്ചു. മുത്തുകൃഷ്ണന്റെ അവസാന ഫേസ്ബുക്ക് പോസ്റ്റിൽ യൂണിവേഴ്സിറ്റിയിലെ ജാതി അസമത്വം പ്രതിപാദിക്കുന്നുണ്ട്. എംഫിൽ പ്രവേശനത്തിന് മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുവെന്നും തുല്യത നിഷേധിക്കപ്പെടുന്നിടത്ത് സമത്വം ഇല്ലാതാകുന്നുവെന്നും പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനുശോചനം വിദ്യാർത്ഥിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഒഴുകുകയാണ്. രോഹിത് വെമുലയുടെ ആത്മഹത്യ നടന്ന് 1 വർഷം പിന്നിടുമ്പോഴാണ് രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥിയുടെ മരണവാർത്ത പുറത്തെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.